അപ്പോൾ അതോടൊപ്പം തന്നെ ഈ 6 വർഷത്തെ പാറ്റേണുകൾ എന്ന് പറയുന്നത് ഒരു വശത്ത്, അപ്പം ഈ അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ക്രിമിനൽ, ആളുകളെ സംസാരിച്ച് വീഴ്ത്തുന്ന ഒരു വിരുദ്ധൻ, ഈ പൊതുവെ ഈ സീരിയൽ കില്ലറുകളുടെ ഒരു സ്വഭാവത്തിനകത്ത് അതുണ്ടോ? ചിലവർ ഇൻട്രോവർട്ടാണ്, ചിലവർ വളരെ എക്സ്ട്രോവർട്ടാണെന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ പ്രതിനിധി ശ്രീജിത്ത് തന്നെ പറയുന്നുണ്ട്, ഒരു അരമണിക്കൂർ കൊണ്ട് ഒരാളുടെ രീതി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ, അയാളെ കൺവിൻസ് ചെയ്യിക്കാൻ, അയാളുടെ വിശ്വാസം നേടിയെടുക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ. അതുകൊണ്ടാണല്ലോ ഈ നാട്ടിലുള്ളവരൊക്കെ അമ്മാവൻ എന്നുള്ളൊരു പേരിലൊക്കെ വിളിക്കുന്നത്. അത്രയേറെ വിശ്വാസമൊക്കെ അയാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് കൂടിയാണല്ലോ. അതും ഇങ്ങനെ ഒരു പാറ്റേൺ ആണോ? അല്ല, ഇതെനിക്ക് തോന്നുന്നു ഈ അമ്മാവൻ എന്ന വിളി നമ്മൾ കുറച്ച് ഓവർ ഹൈപ്പ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇക്കാലത്തൊക്കെ നാട്ടിൽ കുറച്ച് മുതിർന്ന ആൾക്കാരെയൊക്കെ നമ്മൾ അമ്മാവാന്ന് വിളിക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു പ്രൈവറ്റ് ബസ്സിലെ കിളിയാണ്. ഈ പ്രൈവറ്റ് ബസ്സിലെ കിളിയായി പോകുന്നവർക്ക് പൊതുവെ അവിടുത്തെ കുട്ടികൾ കൊടുക്കുന്ന ഒരു പേരാണ് ഈ അമ്മാവൻ വിളി. പിന്നെ അതങ്ങനെ പറഞ്ഞ് 1-2 പേര് ഇദ്ദേഹത്തെ വീട്ടിൽ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അമ്മാവെന്ന് വിളിച്ച് അതൊരു വിളിപ്പേരായതാവാനാണ് സാധ്യത. ഇനി ഈ അമ്മാവൻ വിളിയുടെ അപ്പുറം ഇദ്ദേഹം ഈ ആൾക്കാരെ സംസാരിച്ച് സ്വാധീനിക്കുന്നത് ഇത് വളരെ കൃത്യമാണെന്നേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ ബാങ്കിൽ നിന്നും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർക്ക്, വളരെ ഉന്നത ഉദ്യോഗസ്ഥരായവർക്ക് ഒരു ഫോൺ കോൾ വന്നു കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപകളുടെ സൈബർ തട്ടിപ്പ് നമ്മൾ കേട്ടിട്ടില്ലേ? അതിനു മുമ്പ് കേരളത്തിൽ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ കേരള ഗവൺമെന്റിലെ വളരെ ഉന്നതനായ ഒരു ക്ലാസ് 1 ഉദ്യോഗസ്ഥന്റെ പണമാണ് അദ്ദേഹം തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള ഇത് കേട്ടിട്ടുണ്ട്. ഇവരുടെ രീതി ഇതാണ്. ഇവർക്ക് ഇരകളെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. ഇരകളെ കൃത്യമായി കണ്ടെത്തുന്നതൊക്കെ ഒരു പ്രക്രിയയാണ്. നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ ഈ അതിബുദ്ധി എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഇവരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാധനമാണ്. പലപ്പോഴും പഠനങ്ങളിൽ കാണിച്ചിട്ടുള്ളത് ചില ആൾക്കാർക്കെങ്കിലും ഒരു ബിലോ ആവറേജ് ഇൻ്റലിജൻസും ഒരു ആവറേജ് ഇൻ്റലിജൻസും എന്നൊക്കെയാണ്. പക്ഷേ ഇവരുടെ ഒരു കഴിവെന്ന് പറയുന്നത് അത് ബുദ്ധിയല്ല. അത് യഥാർത്ഥത്തിൽ ഇവരുടെ കഴിവായി, ബുദ്ധി വൈഭവമായി നാം കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ വ്യക്തിത്വ വൈകല്യമാണ്. ഈ വ്യക്തിത്വ വൈകല്യം പല മേഖലകളിലും ശോഭിക്കാനൊക്കെ ഇവരെ സഹായിക്കാറുണ്ട്. ഇപ്പം നമ്മളൊരു സെയിൽസിന് പോവുകയാണെന്ന് വയ്ക്കുക. നമ്മളെ ഒരു സാധനം വാങ്ങിക്കാൻ ഒരാൾ കൺവിൻസ് ചെയ്ത്, നിങ്ങളൊരു കാർ വാങ്ങിക്കാൻ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള ഒരു കാറാണ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ അവർ സ്ഥിരമായി പറയുന്ന ഒരു ഭാഷ കാണും, ഒരു ഡയലോഗ് കാണും. അതായത് ഇപ്പോൾ അങ്ങൊരു മാധ്യമ പ്രവർത്തകയാണെങ്കിൽ അങ്ങൊരു കാർ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങയുടെ ഒരു ബഡ്ജറ്റുമായി പോയി കഴിഞ്ഞാൽ അങ്ങയോട് അവർ സംസാരിക്കുന്നത്, നോക്കൂ ആ മീഡിയയിലുള്ള മറ്റേ ആളുണ്ടല്ലോ, അദ്ദേഹം വാങ്ങിച്ചത് ഈ കാറാണ്. ഇപ്പം എനിക്ക് വ്യക്തിപരമായി ഉണ്ടായിരുന്നു, ഞാനൊരു കാർ നോക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞത് ഡോക്ടറുടെ കൂടെ ഉള്ള മറ്റേ ഡോക്ടർ ഈ കാറ് വാങ്ങിച്ചു. അത് എൻ്റെ ഈഗോയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം. അപ്പം ഞാനിത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അയ്യോ അയാളത് വാങ്ങിച്ചു, പിന്നെ എന്താ എനിക്കിത് വാങ്ങിച്ചു കൂടാത്തത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ലോണിലേക്ക് ഞാൻ പോവുകയും അത് സാധാരണ ഇവർ ഉപയോഗിക്കുന്നു. അത് ഇവരുടെ ഒരു വ്യക്തിത്വ വൈകല്യമാണ്. ഈ വ്യക്തിത്വ വൈകല്യത്തിൻ്റെ കുറഞ്ഞ വശമുള്ളവർ നമ്മുടെ സമൂഹത്തിലും മറ്റും വളരെ നന്നായി ശോഭിക്കുന്നുണ്ട്. പല മേഖലകളിലും അതുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ആട്, തേക്ക്, മാഞ്ചിയം വെച്ച് വിൽക്കുന്നവർ, ധാരാളം ലാഭം തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നവർ. ഇപ്പോഴും ഉണ്ടല്ലോ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഓഹരികളുമൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ടിപ്പുകൾ തരാമെന്ന്. ഇവരെയൊക്കെ നിങ്ങളങ്ങ് വിശ്വസിപ്പിക്കുകയാണെന്നേ. ഇവർ പറയുന്നത് നമുക്ക് പണ്ട് അറിയാമല്ലോ, ഈ ആകാശത്ത് നക്ഷത്രങ്ങളെല്ലാം അത് പുല്ലായിരുന്നെങ്കിൽ അവിടെ ഞാൻ എൻ്റെ ആടുകളെ ഇറക്കി മേയ്ക്കുമായിരുന്നു എന്നൊരാൾ പറയുകയും കൂടെ ഉള്ളൊരു സുഹൃത്ത് അല്ല എൻ്റെ പശുവിനെ ഇറക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരുടെ വഴക്കിടുകയാണ്. എന്ന് പറയുന്നത് പോലെ അതിവിദഗ്ധമായി ഈ കള്ളം പറഞ്ഞ് നമ്മളെ ഫലിപ്പിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന്, അപ്പം ദൂരെ നിൽക്കുന്ന ഒരാൾക്കാർക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങളാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ടോക്സിസിറ്റിയിൽ വരുന്ന കെയറിങ് എന്നൊക്കെ പറയും. നമ്മുടെ പെൺകുട്ടികളൊക്കെ പറയാറുണ്ട്, ചിലവർക്ക് അയാൾ ഭയങ്കര കെയറിങ് ആണെന്ന് പറയും. ഈ കെയറിങ് എന്ന് പറയുന്നത് ഇത്തരം അപകടത്തിൻ്റെ ഒരു ലക്ഷണമാണ്, സൂചനയാണ്. നിങ്ങൾ അതിൽ വീണ് കഴിഞ്ഞാൽ അത് രൂരാക്കുടുക്കിലേക്കായിരിക്കും വീഴുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു അത്രയും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇവരുടെ വൈകാരികമായ മാനിപ്പുലേഷനുകളുടെ ഭാഗമായി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിനപ്പുറം നിങ്ങളെ കൊല ചെയ്യുന്നതിലേക്ക് എത്തിച്ചേക്കാം. കാരണം ഇദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള ഇരകളുടെ ഒരു പഴയ പാസ്റ്റുമൊക്കെ പരിശോധിച്ചാൽ അറിയാം, വളരെ അസംതൃപ്തരായിരുന്ന, കുടുംബവുമായി വലിയ ബന്ധമില്ലാത്ത. നോക്കൂ, 12-ൽ കാണാതായ ഒരാളെ കുറിച്ച് 16-ൽ മാത്രമാണ് ഒരു പരാതി വരുന്നതെന്ന് പറയുമ്പോൾ സമൂഹവുമായി അദ്ദേഹം എത്രത്തോളം ഒറ്റപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കണം. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ വളഞ്ഞു പിടിച്ച് കുരുക്കിട്ട് മുറുക്കി, അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുകയാണ്. വളരെ വ്യക്തമായി ഒരു ട്രാപ്പ് സെറ്റ് ചെയ്ത് ആ ട്രാപ്പിലേക്ക് ഇരയെ ഓടിച്ചു കയറ്റുക. നമ്മൾ സാധാരണ ഇവരെക്കുറിച്ച് പറയുന്നത്, നമ്മൾ ഈ ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനപ്പുറം ഇരയോടൊപ്പം ഓടുന്നു, ഇരയുടെ കൂടെയാണ് താനെന്ന് വിശ്വസിക്കുന്നു, ഇരയെ കൊല്ലുമ്പോൾ പോലും കൊല്ലാനാണ് തന്നോട് ഇത് ചെയ്യുന്നതെന്ന് ഇരയ്ക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഇരയുടെ തന്നെ മാംസം ഭക്ഷണമാക്കുന്നു. അതിനുശേഷം ഇരയുടെ അന്ത്യകർമ്മങ്ങൾ കൃത്യമായി നടക്കുന്നു. ഇനി വേണമെങ്കിൽ ഇരയുടെ
മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് ഇരയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇര എന്ത് പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്ന വൈകൃതമുള്ള മനസ്സിനുടമകളാണ് ഇവർ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊലപാതകികൾ മാത്രമായിട്ടല്ല നമ്മുടെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ ഇവർ കൃത്യമായി വിഹരിക്കുന്നുണ്ട്. ഇവരെ എത്രയും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം ഉൾപ്പെടെ ഉള്ളവരാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ നമുക്കത്രയും നല്ലത് എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം ഈ പറയുന്ന പാറ്റേണുകളുടെ കാര്യത്തിൽ വിശദമായ ഒരു പരിശോധന കൂടി ഓക്കെ ഡോക്ടർ മോഹൻറെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിലല്ല ശ്രീ ജോർജ് ജോസഫ് നമുക്കൊപ്പം ഉണ്ട്. അതിലേക്ക് വളരെ പെട്ടെന്ന് പോകാമെന്ന് കരുതും. അതിന് മുമ്പ് ഈ അതിബുദ്ധിയാണ് തന്നെ കൊടുക്കുന്നത് ഈ ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ടൊക്കെ. അതായത് ഇതിന് മുൻപ് നടത്തിയ പ്ലാനിൽ നിന്നൊക്കെ ഒരു വീഴ്ച സംഭവിക്കുന്നു. ഏത് കള്ളനും ഏത് ക്രിമിനലും ഒരു ഘട്ടം എത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു വീഴ്ച അതായിരിക്കുമോ സംഭവിച്ചിട്ടുണ്ട്? വ്യാജ മിസ് കോളുകൾ അയക്കുക, ഇത് ഇയാൾക്ക് കുരുക്കായി മാറുക, അങ്ങനെ ഇതുവരെ നടത്തിയ എല്ലാ ക്രൈമുകളുടെയും ചുരുളഴിഞ്ഞു തുടങ്ങുക, അതായിരിക്കുമോ സംഭവിച്ചിട്ടുണ്ടാവുക? അതോ ഇപ്പോഴും ആ ചോദ്യത്തിൽ ഞാൻ നിൽക്കുകയാണ്, മറ്റ് ആരെങ്കിലും ഇതിനൊപ്പം അയാൾ ചേർത്തിട്ടുണ്ടാവുമോ? അല്ല, ഈ മറ്റൊരാളെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ അയാൾ ഇതിനകം തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാളെ തീർത്തിട്ടുണ്ടാവും. അങ്ങനെ ഇവർ അത്ര പെട്ടെന്ന് പിടികൊടുക്കുന്ന ആൾക്കാരല്ല. ഇനി ഇതിൽ നിന്നും ഉണ്ടായ സമ്പത്ത് മറ്റ് സാമ്പത്തിക ലാഭത്തിനായോ മറ്റ് കാര്യം ഇപ്പോൾ അവിടെയുമായി ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്ന ഒരു ദേശീയപാതയുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പണം കൊടുക്കുന്ന ആളുമായിട്ടുള്ള ഒരു തർക്കവും അയാളെ അറസ്റ്റ് ചെയ്ത് കൃത്യമായി അയാളുടെ പുറകെ അത് അന്വേഷിക്കാതെ പോയതാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ആ പണം ഉപയോഗിച്ച് അയാൾ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ കൂടെ ഒരാൾ ഉണ്ടാവാനുള്ള സാധ്യത അത്രയ്ക്കില്ല, വിരളമാണ്. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർ അങ്ങനെ ഒരാളെ കൂട്ടാറില്ല. ഇനി ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ആ കോഴി ഫാമിലൊക്കെ ആയി ബന്ധപ്പെട്ട ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി അവരൊരു ഈ പറഞ്ഞൊരു ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയുന്നതിന് പകരം ഒരു പാസീവ് പാർട്ട്ണറായി ഇതിൻ്റെ ചില കാര്യങ്ങൾ അറിഞ്ഞ് ഇനി അവരുടെ ഒരു ഗതികേടുണ്ട് കേട്ടോ. ഇവരുടെ ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് പറയുന്നത്, ഇവരുടെ കൂട്ടാളികളുടെ ഏറ്റവും വലിയ റിസ്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരേത് നിമിഷവും കൊല്ലപ്പെടുമെന്നുള്ളതാണ്. അവരേത് നിമിഷവും കൊല്ലപ്പെടുമെന്നുണ്ടെങ്കിൽ ഭയം കൊണ്ട് അവരിത് പുറത്ത് പറയാതെ ഇരിക്കുന്നതുമാവാം. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം ഡോക്ടർ മോഹൻ റോയ്. ശ്രീജിത്ത്, നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾക്ക് ഈ പാറ്റേൺ ആയിരിക്കും ഒരുപക്ഷെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായി നിൽക്കുന്നത്. കാരണം അന്വേഷണത്തോട് സഹകരിക്കാതെ നിൽക്കുന്ന ഒരു കുറ്റവാളി കൂടിയാണ് സെബാസ്റ്റ്യൻ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്ത് പിന്നീട് ഈ കേസ് നിർണായകമായ ഒരു വഴികളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ കേസുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 6 വർഷത്തെ ഇടവേള അടക്കമുള്ള കാര്യങ്ങൾ അതുകൂടി ആയിരിക്കണം. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു പാറ്റേൺ കൂടിയായിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടാവുക. ഡോക്ടർ മോഹൻ റോയോട് ഒരിക്കൽ കൂടി ഞാൻ അതിന് മുൻപ് മുൻ SP ശ്രീ സക്കറിയ ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സക്കറിയ ജോർജ്, വളരെ വ്യക്തമായിട്ട് താങ്കളും ശ്രദ്ധിക്കുന്നുണ്ടാകും ഈ ചേർത്തലയിലെ പള്ളിപ്പുറത്തെ ഈ തിരോധാന കേസ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കൊടും കുറ്റവാളി സെബാസ്റ്റ്യൻ്റെ സ്വഭാവ സവിശേഷതകളടക്കം